എല്ലാവരും കേട്ടിരിക്കേണ്ട ഇസ്ലാമിക ചരിത്ര കഥയുമായിട്ടാണ്. പണ്ട് പണ്ടൊരു നാട്ടിൽ ജമാൽ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒട്ടും തന്നെ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ അയാൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഒരു ദിവസം അയാൾ പുഴക്കത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പുഴയിലൂടെ ഒഴുകി വന്നൊരാപ്പിൾ അയാൾ കണ്ടു. ഹായ്, നല്ല പഴുത്ത ആപ്പിൾ. അയാൾ അത് ഭക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഇതേതെങ്കിലും തോട്ടത്തിലേതാണോ. അയാൾ ആപ്പിൾ ഒഴുകി വന്ന ദിശയിലേക്ക് നടന്നുപോയി. ഒടുവിൽ അയാൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടു. ആപ്പിൾ തോട്ടത്തിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു, ഈ പുഴവക്കത്ത് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ആപ്പിൾ തോട്ടമുണ്ടോ? ഉടമസ്ഥൻ ചോദിച്ചു, എന്താ കാര്യം? പുഴയിലൂടെ ഒഴുകി വന്ന ആപ്പിൾ ഞാൻ അറിയാതെ ഭക്ഷിച്ചുപോയി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇതേതെങ്കിലും തോട്ടത്തിലേതാണോ. ഇതിലേക്ക് ഉടമസ്ഥൻ പറഞ്ഞു, വരൂ, നമുക്ക് അകത്തിന്ന് സംസാരിക്കാം. നിങ്ങൾ എൻ്റെ ആപ്പിൾ തന്നെയാണ് ഭക്ഷിച്ചത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. ഒന്ന്, എൻ്റെ തോട്ടത്തിലെ പണിയെടുക്കണം. 2, എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഇത് കേട്ട ജമാൽ ചിന്തിച്ചു, ഇയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ എനിക്ക് പുറത്തു തരില്ലേ? അപ്പോൾ ഞാൻ അല്ലാഹുവിനോട് എന്ത് മറുപടി പറയും? ഇത് കേട്ട് ജമാൽ പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഉടമസ്ഥൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? ഞാൻ നിങ്ങൾ പുറത്തു തരുന്നതിനും എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ദിവസങ്ങൾ കടന്നുപോയി. ഉടമസ്ഥൻ പറഞ്ഞ തോട്ടത്തിലെ പണികൾ പൂർത്തിയായി. ജമാൽ 2ാമത്തെ വാക്ക് പാലിക്കാനായി. ജമാൽ ഉടമസ്ഥന്റെ വീട്ടിൽ ചെന്നു. മോളെ സുമയ, എന്താ ഉപ്പ എന്നെ വിളിച്ചോ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ലെന്ന്? ഇത് കേട്ട് ഉടമസ്ഥൻ പറഞ്ഞു, എൻ്റെ മകൾക്ക് തെറ്റുകൾ കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെ ഞാനൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. ഇയാൾ തൻ്റെ മകളെ ജമാലിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എത്ര മനോഹരമായ കഥയാണല്ലേ! ഈ കാലത്ത് ഈ കഥയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദിവസവും നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാറുണ്ട്. നമ്മുടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും കളവ് പറയുന്നത്, അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു നമുക്ക് സൗഭാഗ്യങ്ങൾ തരും. അതുപോലെ ദൈവഭയം നമുക്കുണ്ടാകും.